ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കല്യാണം കാണുന്നത്. ഒരുപാട് വിവാഹങ്ങൾ കണ്ടിട്ടുണ്ട്, സ്വർണ്ണരഹിതമായിട്ട് സ്വർണത്തിന് പകരം ഖുർആൻ കൊടുക്കല്, അല്ലെങ്കിൽ സ്വർണ്ണം ഇല്ലാതെ ഇറക്കി കൊണ്ടുവരലൊക്കെ. മുജാഹിദ് നേതാവ് പണ്ഡിതനുമായിട്ടുള്ള MM അക്ബറിന്റെ മകന് അദ്ദേഹത്തിന്റെ സ്വന്തം എളാപ്പാന്റെ മകളെ കല്യാണം കഴിക്കണം. അതിൽ അദ്ദേഹത്തിന്റെ കമ്പനികളുടെ ഷെയർ കൊടുത്തിട്ടാണ് ആ ഒരു പെൺകുട്ടിയെ അദ്ദേഹത്തിന്റെ മകൻ സ്വന്തമാക്കുന്നത്. പുതിയൊരു ട്രെൻഡായി മാറുന്നതാണ് പേടി. പെൺകുട്ടികളൊക്കെ ഷെയർ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒറ്റ കല്യാണം നടക്കില്ല. സ്വർണത്തിന് പകരം കമ്പനിയുടെ ഷെയറാണ് കൊടുക്കുന്നത്. എന്തായാലും മരണം വരെ ഒന്നിച്ച് ജീവിക്കാൻ പടച്ചോൻ ഈ ഒരു ദമ്പതികൾ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്റെ ഹബീബുർ റഹ്മാന്റെ മകൾ മിൻഹ ഹബീബിനെ വിവാഹം ചെയ്യുന്ന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇതിലെ ഖുതുബ നിർവഹിക്കുന്നത് ഇൻഷാ അല്ലാഹ് സുബൈർ പീടിയക്കലാണ്. ഇവിടെ ഈ വിവാഹത്തില് നമ്മള് മഹറായി നിശ്ചയിച്ചിട്ടുള്ളത് 4 കമ്പനികളുടെ ഷെയർ. പൊതുവെ ഈ വിവാഹം 100% സ്വർണ്ണരഹിതമായ വിവാഹം, ഗോഡ്ലെസ് മാരേജ്. അപ്പോ കാരണമുണ്ട് കാരണമുണ്ട്. ഇവിടെ ഹബീബിന്റെ മക്കളെ എല്ലാം സ്വർണ്ണഭ്രമമില്ലാത്തവരായി വളർത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ എന്താണ് മഹർ വേണ്ടതെന്ന് ചോദിച്ചപ്പോ സ്വർണമല്ലാത്ത എന്തായാലും കുഴപ്പമില്ല എന്ന് മിൻഹ പറയുകയും ചെയ്യുന്ന അടിസ്ഥാനത്തിലാണ് നമ്മള് കൃത്യമായ വില ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി അതോടൊപ്പം തന്നെ ഇസ്ലാമികമായ തത്വങ്ങളുമായി പൂർണ്ണമായും യോജിക്കുന്നു എന്ന് പഠനം നടത്തി മനസ്സിലാക്കുകയും ചെയ്ത 4 കമ്പനികളുടെ ഹൈൻഡായ് മോട്ടോഴ്സ്, നാവൽ ലിമിറ്റഡ്, ഗോദ്രേജ് അഗ്രവേറ്റ്, ജൻസിസ് ഇന്റർനാഷണൽ എന്നീ 4 കമ്പനികളുടെ 614 ഷെയറുകൾ, ഹലാൽ ഷെയറുകൾ. അതാണ് ഈ വിവാഹത്തിനുള്ള മഹർ. ഇത് ഞാൻ പ്രത്യേകത പറയാൻ കാരണം അതിന്റെ സവിശേഷത പറയാനല്ല, മറിച്ച് സ്വർണ്ണരഹിതമായി വിവാഹങ്ങൾ നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ സ്വീകരിക്കാവുന്ന ഇസ്ലാമികമായ ചട്ടക്കൂടിനുള്ളിൽ നിന്നുള്ള കൃത്യമായ ഒരു രീതിയാണ് ഇത് എന്ന് അറിയിക്കുന്നതിന് വേണ്ടി. ഞാൻ അഡ്വക്കേറ്റ് മൊയ്തീൻ കുട്ടി ഹാജിയുടെ മകൻ ഹബീബ് റഹ്മാൻ, എൻ്റെ പൊന്നാര മകൾ മിൻഹ ഹബീബിനെ നിലവിലെ ഹലാലായ എത്തിക്കൽ ഫണ്ട് 614 എത്തിക്കൽ ഫണ്ട് മഹർ സ്വീകരിച്ചുകൊണ്ട് ഡോക്ടർ അബ്ദുറഹ്മാന്റെ മകൻ, മേലെ വീട്ടിൽ അക്ബറിന്റെ മകൻ ഫർസിന്ദ് അക്ബറായ താങ്കൾക്ക്